ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് കണ്ണൂർ ജയിലിനെ കുറിച്ച് വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടെന്നും വാർത്ത. അരുൺ പൂപ്പറമ്പ് വെച്ചിരുന്നു കണ്ണൂരിൽ നിന്ന്. അരുൺ, ശരിക്കും ഈ ഒരു മൊബൈൽ ഷോറൂം അതിനകത്ത് തുടങ്ങിയാലും കുഴപ്പമില്ല, പറയും. SK തീർച്ചയായും ഈ മൊബൈൽ ഫോണുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ സമീപകാലത്തായി പതിവായി അത്തരം പരിശോധനകളിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ എങ്ങനെ ഈ ജയിലിനകത്തേക്ക് എത്തുന്നു എന്ന ചോദ്യമായിരുന്നു അവശേഷിച്ചത്. അതിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ജയിൽ കോമ്പൗണ്ടിലേക്ക് കയറി ഈ മതിലിന് മുകളിലൂടെ എറിഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജയിൽ അധികൃതർ പറഞ്ഞത് കൃത്യമായ നിരീക്ഷണം ഈ ജയിൽ മതിലിന് പുറത്തൊക്കെ ഈ കോമ്പൗണ്ടിലൊക്കെ ജയിൽ അധികൃതരുടെ തന്നെ നിരീക്ഷണം ഉണ്ട്, CCTV നിരീക്ഷണം. അതോടൊപ്പം തന്നെ ജയിൽ വാർഡന്മാരെ കൃത്യമായ നിരീക്ഷണത്തിന് വേണ്ടി അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മതിലിന് മുകളിലൂടെ എറിഞ്ഞു കൊടുക്കുന്ന ആ രീതി ഇപ്പോൾ ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറിയ 3 പേർ ഈ മൊബൈൽ ഫോണുകളും അതോടൊപ്പം തന്നെ പുകയില ഉൽപ്പന്നങ്ങളും ഈ മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് ഒരാളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ജയിൽ വാർഡൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് അയാളെ പിടികൂടാൻ സാധിച്ചു. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയെയാണ് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകാനുള്ള ശ്രമത്തിനിടെ ഈ മതിലിന് മുകളിലൂടെ എറിയാനുള്ള ശ്രമത്തിനിടെ എന്തായാലും പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാളെയും അതോടൊപ്പം ഈ നിലവിൽ പിടികൂടിയിട്ടുള്ള അക്ഷയെയും ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഈ കണ്ണൂർ ടൗൺ പോലീസിന് കൈമാറിയിട്ടുണ്ട്. തുടരന്വേഷണം കണ്ണൂർ ടൗൺ പോലീസായിരിക്കും നടത്തുക. എന്തായാലും ഇത്ര സുരക്ഷ നേരത്തെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കൂടുതൽ സുരക്ഷ ശക്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളൊക്കെ ജയിലിലേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ രീതികൾ ഇപ്പോഴും അത്തരം ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവം. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.